എല്ലാവർക്കും ഈ കോങ്ക ഡ്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് കുമാർ, മനോസ് മിറാക്കിൾ എന്ന ചാനൽ, അതിലൂടെ നിങ്ങളെ കോങ്ക ഡ്രം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ 2 എപ്പിസോഡ് 2 ഭാഗം നമ്മൾ പറഞ്ഞത് 3ാമത്തെ പാർട്ടാണ്. ഈ 3ാമത്തെ പാർട്ടിൽ കോങ്ക ഡ്രമ്മിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ, ഇതിലെ ചില ബീറ്റുകൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അത് ഇതിലൂടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ചെയ്താൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് കൂടുതൽ ബീറ്റുകൾ, കൂടുതൽ താളങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. നന്ദി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2/4 എന്ന താളമാണ് പഠിച്ചത്. ഇതിൽ നമുക്ക് 4/4 അത് വളരെ കോമൺ ആയിട്ട് വരുന്ന താളമാണ്. 1 2 3 4 1 2 3 4 1 2 3 4. 2/4 വരുന്നത് 1 2 1 2 1 2 1 2. രണ്ട് തമ്മിൽ ഒരു ബന്ധമുണ്ട് എങ്കിലും ഞാൻ പറയും. ഇപ്പോൾ 4/4 എന്ന താളമാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ പഴയ എപ്പിസോഡ് 2 ഇതിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും അത് നോക്കി അത് ആദ്യം പഠിച്ചതിന് ശേഷമാണ് ഈ 3ാമത്തെ ഈ പാർട്ടിലേക്ക് വരേണ്ടത്. 4/4 1 2 3 4 1 2 3 4. അത് ആദ്യം ഈ ബീറ്റ് ഇവിടെ ബേസിൽ, ഇത് ബേസ് എന്ന് പറയും, ഇത് മിഡിൽ എന്ന് പറയും, ഇത് ടോപ്പ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് കൂടുതൽ ശക്തിയുള്ളവർ അവർ തീർച്ചയായും ഈ ചെറിയ വട്ടം അവരുടെ വലത് കൈ ഉപയോഗിക്കുന്ന രീതിയിൽ വേണം. ഞാൻ ഇടത് കൈയനായതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നത്. നിങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ കാണുമ്പോൾ ഇത് വലത് കൈയാണ് നിങ്ങളുടെ ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ 4/4 എന്ന താളത്തിനെ പറ്റി പറയുകയാണ്. 1 2 3 4ൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ 4 ബീറ്റ്, 4 അടിയാണ് ഇവിടെ കൊടുക്കുക. എങ്ങനെയാണ്? 1 2 1 2 3 4 3 4 ഇവിടെ 1 2 3 4 1 2. ഈ ഫിംഗർ സെൻറ്ററിൽ വരുമ്പോൾ ഈ നമ്മുടെ ചൂണ്ടുവിരൽ ട ട ഇതിങ്ങനെ വായിക്കുമ്പോൾ മറ്റ് 3 വിരലും പൊന്തി നിൽക്കണം. അതതിന് ടച്ച് ചെയ്യരുത് കേട്ടോ. ന ന തപ്പലേൻ്റെ ഒരു ചൊല്ലുകൂടി അതിൽ പറയണം എളുപ്പത്തിന്. അപ്പോൾ 1 2 അല്ലെങ്കിൽ ന ന. പിന്നെ ഈ കൈ എന്ത് ചെയ്യണം? ഇവിടെ ഫുള്ള് നമ്മളിങ്ങനെയാണ് മുഴുവനായിട്ടാണ് വായിക്കുന്നത്. മുഴുവൻ കൈയും അടുപ്പിച്ച് ഇങ്ങനെ വരാൻ പാടില്ല. അത് ഡക്കിൻ്റെ പോലെയുള്ള കൈ ആക്കി വെക്കാൻ പാടില്ല. കൈ ഇങ്ങനെ തന്നെ വേണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 1 2 3 4 ട ട കി ട. ഇതെന്ത് ചെയ്യുക? ഈ കൈ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിങ്ങളുടെ ഈ വിരൽ, ഈ ചൂണ്ടുവിരൽ, ഇപ്പുറത്തെ കൈയുടെ ചൂണ്ടുവിരൽ ഇവിടെ ഒറ്റൊരു ബീറ്റ്. അപ്പോൾ ഇത് 2 1 വീണ്ടും 1. അപ്പോൾ 1 2 3 4 നിങ്ങൾ വായിച്ച് നോക്കുക. 1 2 3 4 ഇതിൽ വരും. അപ്പോൾ ധിം ട ട ട കി ട ധിം ട ട ട കി ട ധിം ട ട ട കി ട. 1 2 3 4. 3ൽ 2 അടി, 4ൽ 1 ഇവിടെയും 1 ഇവിടെയും. 3 4 കണ്ട 4 4 3 1 2 3 4 1 2 3 4. ഇത് കുറേ നമ്മൾ സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന താളമാണ്, ആവശ്യമുള്ളൊരു താളമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് പഠിക്കാതിരിക്കാൻ പറ്റില്ല. ഈ പാറ്റേൺ, ഈ 4/4 എന്ന താളത്തിലെ ഈ സ്റ്റൈൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ദിം ട ട ട കിട്ട ദിം ട ട ട കിട്ട. ഇതിൻ്റെ ഒരു സ്പീഡാണ്. ഇപ്പം നമ്മൾ പഠിച്ച സെയിം സാധനം കുറച്ച് സ്പീഡിൽ വായിക്കണം, അത്രമാത്രം. കുറച്ചുകൂടി സ്പീഡ് കൂട്ടാം. അവസാനം വായിച്ചത് റോളിങ്. അത് മറ്റൊരവസരത്തിൽ പറഞ്ഞുതരാം. അത് കുറച്ചുകൂടി വിഷമമുള്ളൊരു കൈയാണ് ഇതിൽ റോൾ ചെയ്ത് വായിക്കുന്നത്. ഓക്കെ. എന്തുതന്നെയായാലും എന്നോട് സഹകരിച്ച ഇതിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായും എല്ലാ ഐശ്വര്യവും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത പാർട്ട് 4ലേക്ക് കൂടുതൽ മികച്ച താളങ്ങളുമായി പോകാം. നന്ദി, നമസ്കാരം.